ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പട്ടിക്കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ ആളെ കിട്ടിയെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക്കുട്ടികളെയൊക്കെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അതിന് നിൽക്കാറില്ല. കാരണം അവറ്റങ്ങൾ പെറ്റ് പെരുകുമെന്ന് പറഞ്ഞിട്ട് ഇതണ്ട ആളെൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ട, ഹലോ, നിങ്ങളതിനൊന്ന് കൊണ്ടുപോവാണേ. ഹലോ, എന്നിട്ട് എന്താ എൻ്റെ പിന്നാലെ നടക്കണ്? എന്താ എൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യം? അവിടെ പോയിട്ട് കളിച്ചോ, അവിടെ പോയിട്ട് കളിച്ചോ. പൂക്കിപ്പെണ്ണെ, സുന്ദരിയാണോ? സുന്ദരിയാണോ പെണ്ണ്? ടാട്ട പോവാണോന്ന്? ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ പോണത് ലതീഷ് എന്ന് പറഞ്ഞുള്ള ഒരു ഏട്ടനാണ്. പുള്ളിക്കാരൻ്റെ വീട് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വിളിക്കുകയായിരുന്നു ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല, ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് അയച്ചു തന്നു. എന്നിട്ടൊരു വോയിസ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അഡോപ്ഷൻ്റെ കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നിട്ട് ഞാൻ അപ്പം തന്നെ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ആളെ തിരിച്ച് വിളിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞു. എനിക്കത് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എറണാകുളം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇനി കോളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒറ്റപ്പാലം വഴി വരാം, അപ്പം ഞാൻ എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. എവിടെ പോയാലും നന്നായിട്ട് ഇച്ചണം കേട്ടോ. കുസൃതി ഒന്നും കാണിച്ചരുതേ. കളിച്ചാട്ടാ, കളിച്ചോ. അപ്പോൾ മറ്റേ ലതീഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ വരുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി ഇപ്പോൾ ഒറ്റപ്പാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവർ വേറെ വീട്ടിൽ താമസിക്കാൻ പോവല്ലേ. അപ്പോൾ നമ്മളുടെ നിന്നുള്ള അധികം നേരം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര നേരം ഇരുന്നിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പാലൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റ് പാപ്പം കഴിച്ചു, വയറൊക്കെ ബോളായി. ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇതായിക്കോളും. സുന്ദരികളാണ്. പോവാണ്, പുതിയ സ്ഥലത്തേക്ക് പോവാണോ? സുന്ദരി പെണ്ണാണ് കേട്ടാ. ഇവര് പോകുമ്പോഴേക്കും നമ്മുടെ കാലിന് ഏകദേശം ഒരു ഇഞ്ചുറി വന്ന് അല്ലേ. ഉറക്കം വരുന്നുണ്ട് കേട്ടാ, അതാ ഉറങ്ങണുണ്ടാ. ചേട്ടനവർക്കും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വഴി അറിയില്ലെന്നാൽ അത് പിന്നെ കുറച്ച് ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ ചോദിച്ചിട്ടാണ് ചേട്ടൻ. അപ്പോൾ അതിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഈ പെട്ടിയിലൊക്കെ ആക്കി വെച്ചിക്കണവരെ. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. നമുക്കിനി മെയിൻ റോഡിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ട് പട്ടിക്കുട്ടികളൊക്കെ അവിടെ കൂട്ടുന്നുണ്ട്. കാണാല്ലേ, ഒരു ഭയങ്കര പേടിച്ചിട്ട് ഇരിക്കും കേട്ടോ. പേടിക്കാനൊന്നുമില്ല. ഒരു കാറ് വരും, ഒരു മാമൻ വരും, ആ മാമൻ കൊണ്ടുപോകും കേട്ടോ. എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? എന്താ പറയാനുള്ളത്? എനിക്കെന്താ, സാധാരണ ആൾക്കാര് പട്ടിക്കുട്ടികളാന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്താ കൊണ്ട് കളയുക ചെയ്യാം. ഇവര് പെൺകുട്ടികളാന്ന് അറിഞ്ഞിട്ട് വന്ന് മേടിക്കുന്നില്ലേ, അങ്ങനെ വലിയ കാര്യം. നന്നായിട്ട് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ ഒന്നാമത് പട്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലാണെന്ന് നാട്ടുകാർക്ക് ഒരുപാട് പരാതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെയും കൂടി ഇതാക്കിയിട്ട് പിന്നെ ഒന്നാമത് നോക്കാനും കുറച്ച് ടാസ്കാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാ. പിന്നെ വീട്ടുകളെല്ലാം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ആകെ കഷ്ടപ്പെടും. അതിനുശേഷമുള്ള വീഡിയോ ഞങ്ങൾ എടുത്തില്ല. കാരണം പുള്ളിക്കാരന് ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ പുള്ളിക്കാരനാകെ പൂക്കിനെ മാത്രമേ എടുത്തുള്ളൂ. മറ്റേ പെണ്ണിനെ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വന്നു. ആരെ എടുക്കാമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരെയും കൂടി നമ്മൾ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതിൽ പൂക്കിനെ പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ ഇണക്കം കുറച്ച് കൂടുതലുള്ളതിനാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂക്കിനെ പുള്ളിക്കാരനെ സെലക്ട് ചെയ്തു. എന്നിട്ട് മറ്റവളെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ വീട്ടിലെത്തിയിട്ട് മകളുടെ ഒപ്പം പൂക്കിയായിട്ടുള്ള ഒരു വീഡിയോ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്.
അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ജനിച്ചപ്പോൾ തന്നെ അമ്മയൊന്നും ഇല്ലാതെ എങ്ങനെയൊക്കെ വളർന്നിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്തിയതാണ്. കുറച്ച് 1 മാസമായിട്ട് പ്രായമേ ഉള്ളൂ. ശരിക്കും അമ്മിഞ്ഞപ്പാലിനെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു സമയത്താണ് ഞങ്ങളുടെ അടുത്ത് കിട്ടുന്നത്. എന്നിട്ട് അവളെ വേറൊരാൾ അഡോപ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ലൈഫിനി അവർക്ക് അങ്ങനെ പോകുന്നത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ കാരണം ഒരു നായ്ക്കുട്ടിക്ക് ഒരു നല്ലൊരു ലൈഫ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് ഇത്ര ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്താ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത കുറച്ച് കണ്ടൻസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.